അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈ പോളിടെക്നിക് ITI പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് +2 പഠനം കൂടാതെ തന്നെ അവർക്ക് ഡിഗ്രി പ്രവേശനത്തിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള ഒരു ആവശ്യം. അത് വളരെ നാളുകളായി നിലനിന്നിരുന്ന ഒരു ഡിമാൻഡായിരുന്നു. എന്തായാലും ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തന്നെ ആ വിഷയം ചർച്ചയ്ക്ക് വരികയും അത് നിർദ്ദേശങ്ങൾ കൗൺസിൽ ഗവൺമെന്റിന് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയും 10ാം ക്ലാസ്സിന് ശേഷം പോളിടെക്നിക് ITI കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് അത് മാത്രവുമല്ല, ഇത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് നേരത്തെ നിഷ്കർഷിച്ചിട്ടുള്ള നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വൊക്കേഷണൽ പഠനവും അതുപോലെ സ്കൂൾ പഠനവും അത് എല്ലാം ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാർത്ഥികൾക്ക് മാറുന്നൊരു സ്റ്റുഡന്റ് മൊബിലിറ്റിയും ക്രെഡിറ്റ് ട്രാൻസ്ഫറും ക്രെഡിറ്റ് അക്യൂമുലേഷന്റെ ഒക്കെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇത് തുറന്നു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു പോളിടെക്നിക്കിലെ 3 വർഷത്തെ ഡിപ്ലോമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് തന്നെ ഡിഗ്രി പ്രവേശനത്തിനുള്ള അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ ITIയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് നേരിട്ട് ഡിഗ്രി പ്രവേശനത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഗവൺമെന്റ് അതിനാവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇനി അതാത് സർവകലാശാലകൾക്ക് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അടുത്ത വർഷം മുതൽ അങ്ങനെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് അതിന്റെ എലിജിബിലിറ്റി ഇപ്പോൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഓരോ സർവകലാശാലകൾക്കും ഓരോ കോഴ്സിനെ സംബന്ധിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് സർവകലാശാലകൾ അത് അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒക്കെ കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് കടക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ബേസിക് യോഗ്യതയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഈ ഒരു ഉത്തരവിലൂടെ അനുവദിച്ചിരിക്കുന്നത്. മറ്റ് മാനദണ്ഡങ്ങളൊക്കെ അതാത് സർവകലാശാലകൾ അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒക്കെ കൂടി തീരുമാനിക്കേണ്ടതാണ്. അത് വരും വർഷത്തേക്ക് അടുത്ത അക്കാഡമിക് ഇയറിന് മുന്നായി അതിനുള്ള നടപടികൾ സർവകലാശാലകൾ സ്വീകരിക്കും. അത് നമുക്ക് പോലീസും വളരെ നിരവധിയായിട്ടുള്ള പരാതികൾ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അത് ഗവൺമെന്റ് അതിനകത്ത് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ, പ്രത്യേകിച്ച് പോലീസ് ആഭ്യന്തര വകുപ്പും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് സ്വീകരിക്കേണ്ടതായ നടപടികളുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതെല്ലാവരും അതാ പറഞ്ഞത്, അത് കൂടിയാലോചിച്ച് ഗവൺമെന്റ് അതിനകത്ത് കൂടിയാലോചിച്ച്, പ്രത്യേകിച്ച് അത് ആഭ്യന്തര വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ് പ്രധാനമായിട്ടും. അത് കൂടിയാലോചിച്ച് ആഭ്യന്തരമന്ത്രിയൊക്കെ തന്നെ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ പറയും. താങ്ക് യു.